പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടം കുടുംബത്തിന് മുന്നിൽ കീഴടങ്ങിയ UDF. പുളിക്കക്കണ്ടം കുടുംബം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ UDF അംഗീകരിക്കുകയായിരുന്നു. തീരുമാനപ്രകാരം ദിയ പുളിക്കക്കണ്ടം പാലാ നഗരസഭ UDF ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാവും. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ പാലാ നഗരസഭയിൽ UDFന് പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പുളിക്കക്കണ്ടം കുടുംബം. ചർച്ചയിൽ പുളിക്കക്കണ്ടം കുടുംബം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ UDF അംഗീകരിച്ചു. വോട്ടെടുപ്പിൽ വിജയിച്ചാൽ ദിയ പുളിക്കക്കണ്ടം ആദ്യ ടേം ചെയർപേഴ്സണാവും. പാലാ മുനിസിപ്പാലിറ്റിയിൽ UDF അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDFനോടൊപ്പം ഉണ്ടായിരുന്ന 10 പേരും സ്വതന്ത്ര മുന്നണി ആയി വന്ന ബിനു പുളിക്കണ്ടം, ദിയ പുളിക്കണ്ടം, ബിജു പുളിക്കണ്ടം, ഇവർ 3 പേരും മായ രാഹുലും ഇതോടൊപ്പം ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് UDF എന്ന നിലയിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ചെയർപേഴ്സണായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ ബിനു പുളിക്കണ്ടത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വൈസ് ചെയർപേഴ്സണായി മായ രാഹുലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം, ദിയ ബിനു പുളിക്കക്കണ്ടം എന്നിവരാണ് ഒരു കുടുംബത്തിൽ നിന്നും വിജയിച്ച കൗൺസിലർമാർ. കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായ രാഹുൽ വൈസ് ചെയർപേഴ്സണാവും. നേരത്തെ റിബലായി മത്സരിച്ചതിന്റെ പേരിൽ മായയെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. എന്നാൽ ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ മായയെ പാർട്ടിയിൽ തിരിച്ചെടുത്തു. മായയ്ക്കും ഭർത്താവിനും പാർട്ടിയിൽ ഉയർന്ന സ്ഥാനവും നൽകിയാണ് അനുനയിപ്പിച്ചത്. ഈ തീരുമാനത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായ എതിർപ്പുമുണ്ട്. കൈരളി ന്യൂസ്, കോട്ടയം.